തൃശൂർ പാലപ്പള്ളി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കുട്ടിയാനയുൾപ്പെടെ 6ഓളം കാട്ടാനകൾ റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രദേശവാസികളും യാത്രക്കാരും ആശങ്കയിലാണ്. കാട്ടാന ശല്യത്തിന് അടിയന്തരവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമായ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പാലപ്പള്ളി പിള്ളത്തോട് പാലത്തിന് സമീപമാണ് കുട്ടിയാനയുൾപ്പെടെ 6ഓളം കാട്ടാനകൾ റോഡ് മുറിച്ചു കടന്നത്. പുതുക്കാട് തോട്ടത്തിലേക്ക് സഞ്ചരിച്ച കാട്ടാനക്കൂട്ടം റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ വാഹനയാത്രികരാണ് പകർത്തിയത്. ആനകൾ കടന്നു പോകും വരെ വാഹനങ്ങൾ സുരക്ഷിത അകലം പാലിച്ചു നിർത്തിയ ശേഷമാണ് ഗതാഗതം പുനരാരംഭിച്ചത്. പ്രദേശത്തെ പ്രധാന യാത്രാമാർഗമായതിനാൽ ദിവസേന 100 കണക്കിന് വാഹനങ്ങളും തോട്ടം തൊഴിലാളികളും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി പാലപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലും കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു. ജനവാസ മേഖലയിലേക്ക് ആനകൾ കടക്കാതിരിക്കാൻ വനപാലകരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചും തിരിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. കാട്ടാനകൾ തോട്ടങ്ങളിലേക്ക് നിരന്തരം എത്തുന്നത് തൊഴിലാളികളുടെ ജോലിയെയും ബാധിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും യാത്ര ചെയ്യുന്ന തൊഴിലാളികളും വിദ്യാർത്ഥികളും വലിയ ഭീതിയിലാണ്. വനാതിർത്തി മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കുകയും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും സ്ഥിരം പട്രോളിംഗും ഏർപ്പെടുത്തുകയും ചെയ്ത് കാട്ടാന ശല്യത്തിന് അടിയന്തരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മീഡിയ ടൈം, തൃശൂർ.